there was a squake in Almaty, very huge one. And even here they have a squakes. And a very big stone falling down from the mountains. And there was a river here. And fall down to the river. And the river changed its way and comes here. Before it was a forest, like normal one. And there was a tree here a lot. And then the waters come and become this kind of natural river. Well, no, not river, it's a lake. Lake. Because a lot of water here. Yes. But the trees are still stuck there because they have a very strong roots. These trees already dead. They are more than 100 years. But they are still stuck there. രാവിലെ വിളിച്ചിട്ട് ബ്രെഡ് ഓംലെറ്റ് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ടൈം ഓൾമോസ്റ്റ് 4:30 പക്ഷെ നമുക്ക് ഭയങ്കര ലേറ്റാണ്. 4:30 AM. ഹലോ ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മളിന്ന് ട്രിപ്പിന് ഇറങ്ങുകയാണ്. നമ്മുടെ ഡ്രൈവർ ഓൾറെഡി നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്നൊരു അഡ്വഞ്ചർ ട്രിപ്പാണ്. We're going for Southern Canyon, Kausai Lake, and Likainde Lake. It's a beautiful locations. So there will be a horse ride. Horses, yeah. Horses. Okay. I think in Hind Lake with horses. Hello. Hello, how Yes. are you? Very good, very good. Okay, so ready for the trip? Yeah, ready, yeah. Okay, then we will move. ഇന്ന് നമ്മുടെ ടൂർ കോർഡിനേറ്റർ ആയിട്ടുള്ള ഡയാന നമ്മുടെ കൂടെയുണ്ട്. 3 സ്ഥലങ്ങൾ കവർ ചെയ്യുന്ന ഒരു ഡേ ആയിരുന്നു ഇന്ന്. പക്ഷേ അതിൽ ഏറ്റവും അഡ്വഞ്ചറസ് ആയിട്ടുള്ള കെയിൻഡി ലേക്കിൻ്റെ ദൃശ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അൽമാട്ടി സിറ്റി സെൻറ്ററിൽ നിന്നും ഏകദേശം 3 മണിക്കൂർ യാത്ര ചെയ്താണ് നമുക്ക് കെയിൻഡി ലേക്കിൽ എത്തിച്ചേരാനാകുന്നത്. ലേക്കിനേക്കാളും ഞങ്ങൾക്കിഷ്ടമായത് അങ്ങോട്ടുള്ള യാത്രയാണ്. ഞങ്ങൾ പോയ സമയത്ത് ചെറിയ മഴയുണ്ടായിരുന്നു. തികച്ചും ഗ്രാമപ്രദേശങ്ങളിലൂടെയായിരുന്നു യാത്ര. കൃഷിയിടങ്ങളും ചെറു വീടുകളും കന്നുകാലി കൂട്ടങ്ങളൊക്കെ കണ്ടുകൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു അത്. അവിടേക്ക് എത്താനായപ്പോഴേക്കും മഴ അല്പം ശമിച്ചു. കോൾസേ ലേക്സ് നാഷണൽ പാർക്കിനകത്താണ് കെയിൻഡി ലേക്ക് സ്ഥിതി ചെയ്യുന്നത്. അങ്ങോട്ടുള്ള യാത്ര അല്പം അഡ്വഞ്ചറസ് ആണെന്ന് ആദ്യം സൂചിപ്പിച്ചിരുന്നു. അതിനാൽ തന്നെ നമുക്ക് നമ്മുടെ വാഹനം കൊണ്ട് പോവുക എന്നത് അത്ര സിമ്പിളായിട്ടുള്ള കാര്യമല്ല. നമ്മുടെ കാറ് സാറ്റി വില്ലേജിൽ നിർത്തി ഈ കാണുന്ന റഷ്യൻ നിർമ്മിത കാറായ ഉവാസ് എന്ന വണ്ടിയിലാണ് നമ്മുടെ പിന്നീടുള്ള യാത്ര. Okay, hi. Welcome to Kazakhstan. Welcome. How are you? How was the trip? All good. Okay. Yes. You are ready Yeah. for adventure trip? Yeah, sure. സോവിയറ്റ് മിലിറ്ററിക്ക് വേണ്ടി 1985 നിർമ്മിച്ച വണ്ടിയാണിത്. രൂപത്തിൽ ദിലീപിന്റെ താമരാക്ഷൻ പിള്ളയെ അനുസ്മരിപ്പിക്കുമെങ്കിലും വണ്ടി നല്ല പവർഫുള്ളാണ്. Have enjoyed. We will enjoy our trip, adventure trip. This is the most exciting. So, are you ready to ride your horse? ഹാർട്ട് പേഷ്യൻസ്, ഡിസ്കിന് പ്രോബ്ലം ഉള്ളവർ, പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ ഒക്കെ ഈ ഒരു യാത്ര ഒഴിവാക്കുന്നതാണ് നല്ലത്. അത്രയ്ക്ക് അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു യാത്ര കൂടിയാണിത്. ആദ്യമായി കുതിരകളെ മെരുക്കിയെടുത്തത് കസാക്കികളാണെന്ന് പറയപ്പെടുന്നു. അതിനാൽ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ പശുക്കളൊക്കെ കാണില്ലേ, അതുപോലെ തന്നെ അവിടെ റോഡരിയിലൊക്കെ തന്നെ നമുക്ക് കുതിരകളെയും കാണാൻ പറ്റും. ഈ വീഡിയോയുടെ തന്നെ വലിയൊരു അട്രാക്ഷനും ഹോഴ്സ് റൈഡിങ് തന്നെയാണ്. നമ്മൾ നാഷണൽ പാർക്കിലോട്ട് കയറാൻ പോവുകയാണ്. അവിടെ ഒരു ചെക്ക് പോയിന്റ് ഉണ്ട്. അവിടെ നമുക്ക് എൻട്രി ടിക്കറ്റ് എടുക്കണം. അയ്യോ, ഒന്നും കഴിക്കാതെ വന്നത് നന്നായി. ജ്യൂസായി പോകും. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കൂടി നമുക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ പാർക്കിംഗ് ഏരിയയിലെത്തും. ഇവിടെ നിന്ന് കെയിൻഡി ലേക്കിലേക്ക് വീണ്ടും 10-25 മിനിറ്റ് യാത്രയുണ്ട്. ഇവിടെ നിന്ന് ഇനി 3rd പാർക്കിങ്ങിലോട്ടേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇക്കോ ടാക്സി, ഹോഴ്സ് റൈഡിങ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നടന്നും പോകാം. കുതിരയ്ക്ക് പെർ പേഴ്സൺ 6000 ടെങ്കയും കുട്ടികൾക്ക് 5000 ടെങ്കയുമാണ് വരുന്നത്. എക്കോ ടാക്സിക്ക് ഏകദേശം പെർ പേഴ്സൺ 2000 ടെങ്ക വരും. അതുപോലെ തന്നെ കുതിരയായിട്ട് പോകുന്നതും നടന്നു പോകുന്നതും ഒരു വഴിയും,
അതുപോലെ എക്കോ ടാക്സിക്ക് പോകുന്നത് മറ്റൊരു വഴിയിലൂടെയുമാണ്. ഹോഴ്സ് റൈഡിംഗ് ആണ് ഞങ്ങളും സജസ്റ്റ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് വേറിട്ടൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. പോണ വഴിക്ക് ആദ്യമാണ് നമ്മൾ ലീഡ് ചെയ്യണത്. ആദ്യം ആ കയറ് പിടിച്ച് വലിച്ച് കുതിര വട്ടത്തിൽ തിരിഞ്ഞു നിന്നു. അയ്യോ, ആദ്യമാണ് ഡ്രൈവർ ഇട്ടാ. ഡ്രൈവർ ഫ്രണ്ടിൽ പോണ കുതിരേനെ നമ്മൾ ഫോളോ ചെയ്യണം. ഇവിടെ കെട്ടി വെച്ചാ കണ്ട, ഇത് പോണടത്ത് കൂടെ ഇതിങ്ങനെ പോകും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാൽ ഈ കുതിര വക്കത്ത് കൂടെ നടക്കണുള്ളൂ. ഇവിടെ നോക്കും, ഇവിടെ എമ്മരി ആകണം. പച്ചപ്പ് നിറഞ്ഞ കുന്നിൻ ചെരുവുകളിലൂടെയുള്ള യാത്ര മനോഹരമായിരുന്നു. വ്യത്യസ്തമായ പൂക്കളും ചെടികളൊക്കെ കണ്ടുകൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു. എന്നാൽ കുറച്ചു ദൂരം മുന്നിട്ടപ്പോൾ ക്ലൈമറ്റ് പതിയെ മാറിക്കൊണ്ടിരുന്നു. ദൂരെ നിന്ന് ഇടിയുടെയൊക്കെ സൗണ്ട് ഇങ്ങനെ കേട്ടു തുടങ്ങി. ശരിക്കും ഉള്ളിൽ പേടി തോന്നിയ സമയമായിരുന്നു അത്. അതുമല്ല, കുതിരയുടെ പുറത്ത് ആദ്യമായിട്ടുള്ള യാത്രയാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മളൊക്കെ മഴ കൊള്ളാതിരിക്കാൻ ഓടാറില്ലേ, അതുപോലെ എങ്ങാനും കുതിര ഓടുമോ എന്നായിരുന്നു പിന്നീടുള്ള ടെൻഷൻ. മഴ പെയ്യും എന്ന് വിചാരിച്ചാൽ ഞങ്ങൾക്ക് തെറ്റി. ആലിപ്പഴമാണ് വീണത്. പക്ഷെ കുറച്ച് സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് ഇതിലത്തെ ഏറ്റവും ക്രേസിയസ്റ്റ് അല്ല, അഡ്വഞ്ചർ. അവിടെ കുതിര വേറെ വഴി പോയി. ഈ കുതിര വേറെ വഴി പോയി. ഇത് നടന്ന് കേടാറുന്നുണ്ടല്ലോ. ക്രിസ്മസ് മരം. അങ്ങനെ ഞങ്ങൾ 3rd പാർക്കിങ്ങിലെത്തി. ഇനി കുറച്ചു ദൂരം നടന്നിട്ട് വേണം കേന്തി ലേക്കിൽ എത്തിച്ചേരാൻ. ടിയാൻഷാൻ മലനിരകൾക്കിടയിൽ ഭൂകമ്പത്തെ തുടർന്ന് വലിയൊരു മലയിടുക്ക് രൂപപ്പെട്ടു. മലയിടുക്കിൽ മഞ്ഞുരുകി വെള്ളം നിറഞ്ഞ് അതൊരു തടാകമായി മാറി. ചുണ്ണാമ്പ് കല്ലിന്റെ സാന്നിധ്യം കൊണ്ടാണ് ഈ തടാകത്തിന് നീലിമയാർന്ന പച്ച നിറം വന്നത്. മുൻപ് മലനിരകളിൽ ധാരാളം ഏഷ്യൻ സ്പ്രൂസ് മരങ്ങൾ ഉണ്ടായിരുന്നു. ആ ഭൂകമ്പത്തെ തുടർന്ന് ആ മരങ്ങൾ നശിച്ചു പോകാതെ ജലത്തിനു മുകളിൽ ഉയർന്നു നിൽക്കുന്ന രീതിയിലാണ് നമുക്ക് ലേക്കിൽ കാണാൻ പറ്റുന്നത്. തടാകത്തിൽ തണുത്ത താപനിലയായതുകൊണ്ടും വേരുകളുടെ അതിയായ ഉറപ്പു കൊണ്ടും മരത്തിൻ്റെ ശിഖരങ്ങളും പുറന്തൊലികളൊക്കെ ഇല്ലാത്ത മരങ്ങളായിട്ടാണ് ഇപ്പോൾ നമുക്കവിടെ കാണാൻ പറ്റുന്നത്. കണ്ണു പൊത്തിച്ചാണോ? ഇയാളെ കണ്ട കണ്ണു പൊത്തിരിക്കാണ്. ഈ തടാകത്തിലേക്കുള്ള യാത്ര വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതായതിനാൽ തന്നെ ഹോൾസായി ലേക്ക് പോലെ അത്ര ജനപ്രിയമായിരുന്നില്ല. എന്നാൽ ഈ അടുത്ത വർഷങ്ങളിലായിട്ടാണ് ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് മാറിയത്. വിന്റർ സീസണിൽ ഐസ് ഡൈവിങ്ങിനും അതുപോലെ തന്നെ കസാക്കിലെ ഒരു പ്രധാന മത്സ്യമായ ട്രൗട്ട് ഹണ്ടിനൊക്കെ തന്നെ പേര് കേട്ട ഒരു തടാകം കൂടി ആണിത്. ഐസാണ് വീണേ. ഐസ് ഐസ് മാൻ ഐസ് വാച്ചല്ല, ഐസ് ബാഗ്. ആലിപ്പഴം പോകുന്ന സമയത്ത് ഉള്ളതുപോലെ അല്ലായിരുന്നു. വരുമ്പോൾ നന്നായിട്ട് തന്നെ ആലിപ്പഴ വർഷം ഉണ്ടായി. അതുപോലെ വലിയ വലിയ ആലിപ്പഴങ്ങളും ആയിരുന്നു. അത് ശരീരത്തിൽ വീഴുമ്പോൾ ഇത്രയും പെയിൻഫുൾ ആയിരിക്കുമെന്ന് അറിയില്ലായിരുന്നു. ഐസ് ക്യൂബ്സ് ഒക്കെ എടുത്ത് നമ്മുടെ ശരീരത്തിലേക്ക് എറിഞ്ഞാൽ എങ്ങനെയുണ്ടാവും, അതുപോലെ ആയിരുന്നു. അടുത്ത നമ്മുടെ യാത്ര ഖോൾസായി ലേക്കിലേക്കാണ്. വീഡിയോയ്ക്ക് ആയിട്ട് എല്ലാവരും കാത്തിരിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. താങ്ക്